KSTA-യുടെ 34ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി പന്തീരങ്കാവിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പന്തീരങ്കാവ് UP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അതിനപ്പുറം എത്തേണ്ട വ്യക്തിയാവും. പക്ഷേ ഒരു പ്രത്യേക ടാർഗറ്റ് നിശ്ചയിച്ച് നിങ്ങൾ ഒരു എഞ്ചിനീയർ ആവണമെന്ന് നിശ്ചയിച്ചാൽ പിന്നെ പരീക്ഷ അതനുസരിച്ച്, മോണിറ്ററിങ് അതനുസരിച്ച്, ട്യൂഷൻ അനുസരിച്ച്, എല്ലാ ചർച്ചകൾ അതനുസരിച്ച് അങ്ങനെ എല്ലാം വന്ന് നിങ്ങളുടെ ബ്രെയിനിനെ പരിമിതപ്പെടുത്തി അവർക്ക് ആവശ്യമുള്ള ഒരു തൊഴിലാളിയെ, ഒരു ജീവനക്കാരനെ, ഒരാളെ വികസിപ്പിച്ചെടുക്കും. ഇതിനെയാണ് ഔട്ട്കം ബേസ്ഡ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഔട്ട്കം നിശ്ചയിച്ച് ആ ഔട്ട്കമ്മിലേക്ക് ഒരു വ്യക്തിയെ പരിമിതപ്പെടുത്തി അല്ലെങ്കിൽ പരിണമിപ്പിച്ച് മാറ്റി എടുത്ത് കൊണ്ടുവരിക എന്നുള്ള വിദ്യാഭ്യാസം. അതിനെത്രയോ മുകളിലേക്ക് ആ കുട്ടി വാസ്തവത്തിൽ ആ വ്യക്തി പോകേണ്ടതായിരുന്നു. അതിന് വിദ്യാഭ്യാസത്തിന് ലക്ഷ്യമില്ലാതിരുന്നതിനാൽ അങ്ങോട്ടൊന്നും ഇന്ത്യൻ ജനത വളർന്നില്ല. ആഗോളതലത്തിൽ വൈജ്ഞാനിക മണ്ഡലത്തിൽ ഇന്ത്യയുടെ സംഭാവന വളരെ കുറവാണ്. എന്താ വൈജ്ഞാനിക മണ്ഡലത്തിൽ ഇന്ത്യയുടെ സംഭാവന കുറയാൻ കാരണം? ഇന്ത്യക്കാർ ബുദ്ധിയില്ലാണ്ടാണ്, കഴിവില്ലാണ്ടാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മറ്റ് ലോകത്ത് ഏത് രാജ്യത്തേക്കാൾ ഉയരത്തിൽ ഇന്ത്യ വളരേണ്ടതാണ്. പക്ഷെ പിന്നെ വളർന്നില്ലല്ലോ. എന്താണ് കാരണം? ഇതാണ് കാരണം. വിദ്യാഭ്യാസത്തിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യം ഔട്ട്കം ബേസ്ഡ് പോലെയുള്ള പദ്ധതികളിലൂടെ പരിമിതപ്പെടുത്തി ഒരു തലമുറയെ നിർത്തി ആ സമൂഹത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അത്ര വേണ്ടു, ലക്ഷ്യപ്പെടുള്ളൂ. ഇതൊക്കെ വളരെ സൂക്ഷ്മമായി ടെക്സ്റ്റ് ബുക്ക് ഓരോന്നെടുത്താൽ വരെ കാണിച്ചു തരാം, ചിത്രങ്ങൾ എടുത്താൽ വരെ ഓരോന്ന് കാണിച്ചു തരാം. ബ്യൂറോക്രസിക്ക് കീഴടങ്ങി നിൽക്കുന്ന ഒരു ജീവനക്കാരൻ, ഒരു കർഷകൻ, അതിന് കീഴടങ്ങിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, അതൊക്കെ ഈ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പകർന്നു കൊടുക്കുന്ന സന്ദേശങ്ങളാണ്. അവന് ബ്യൂറോക്രസിക്ക് കീഴടങ്ങി അങ്ങനെ ഓച്ഛാനിച്ച് തൊഴുത് നിന്ന് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ മേടിച്ച് ജീവിച്ചോളുക, പ്രതികരിക്കാതെ, എതിർക്കാതെ, അതിനപ്പുറം മറികടക്കാതെ, അതിനെ തട്ടിത്തെറിച്ച് അതിനെ മാറ്റിയെടുത്ത് പുതിയൊന്നും സ്ഥാപിച്ചു വരാനുള്ള മറ്റേ ആവേശം മനസ്സ് സൃഷ്ടിക്കാതെ അവരെ ഒതുക്കി ബ്യൂറോക്രസിയുടെ കീഴിലേക്ക് കൊണ്ടുവന്ന്. ചടങ്ങിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായി. PV രാജീവൻ, VP മനോജ് തുടങ്ങിയവർ സംസാരിച്ചു.